Xylem Learning. നമ്മുടെ SSLCന്റെ എക്സാം ഇത് വന്നെത്തിയിട്ടുണ്ട്. അപ്പം ഓണപരീക്ഷയുടെ എന്തൊക്കെ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു. അപ്പൊ ജനറൽ ആയിട്ട് ഈ 2 ചാപ്റ്ററാണ് നമുക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസോട് കൂടി നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്സ് ഏതാണെന്നാണ് മിസ് പറയാൻ പോകുന്നത്. അപ്പൊ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണാം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം. സോ നമ്മുടെ ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകവും അതുപോലെ തന്നെ പാർട്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ, ഈ 2 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത്. 2 ചാപ്റ്ററിലെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ജെനറ്റിക്സ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ, ജീവന്റെ ജനിതകം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 2 ചാപ്റ്റേഴ്സ് ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു ചാപ്റ്റർ വന്നിട്ടുള്ളത്. അപ്പൊ ഈ 2 ചാപ്റ്റർ നമ്മൾ നോക്കുന്ന സമയത്ത് DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ നിന്നും ന്യൂക്ലിയോടൈഡ് ബേസും ക്രോമസോം ബേസ് ചെയ്തും ഒക്കെ ചോദ്യങ്ങൾ വരാം. ഇനി പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു DNA ഘടനയിൽ ഞാൻ പറഞ്ഞു ന്യൂക്ലിയോടൈഡ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം, അതെങ്ങനെ ഫോം ചെയ്തു എന്നൊക്കെ. പിന്നെയോ RNA DNA ഇത് രണ്ടും ന്യൂക്ലിക് ആസിഡുകളാണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് സ്ട്രക്ചർ ചോദിക്കും. പിന്നെ ക്രോമസോമിന്റെ ടൈപ്സ്, സൊമാറ്റിക് ക്രോമസോംസ്, അതുപോലെ തന്നെ സെക്സ് ക്രോമസോമുകൾ, ലിംഗനിർണ്ണയ ക്രോമസോമുകൾ, അതിന്റെ ഉള്ളിൽ നിന്നും കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതിന്റെ മോഡൽ ക്വസ്റ്റ്യനുമായിട്ടൊരു വീഡിയോ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി പിന്നെയുള്ളതാണ് പ്രോട്ടീൻ സിന്തസിസ്. ക്രോമസോമിൽ നിന്നും പ്രോട്ടീൻ സിന്തസിസിൽ നിന്നും ചോദ്യം വരാതെ എന്തായാലും ഓണപരീക്ഷ പോയില്ല, ഉറപ്പിച്ചൊരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ നിന്ന് എന്തായാലും ഒരു ചോദ്യം നമുക്ക് ഉറപ്പിക്കാം. ദെൻ RNA ടൈപ്പ്, tRNA mRNA ഒക്കെ ഉണ്ടല്ലോ, അത് എന്തായാലും 1 മാർക്കിനെങ്കിലും ഒരു ചോദ്യം ഉറപ്പാണ്. മെന്റലിന്റെ എക്സ്പെരിമെന്റും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ മോണോഹൈബ്രിഡ് ക്രോസ്, ഡൈഹൈബ്രിഡ് ക്രോസ്, അതിന്റെ റേഷ്യോ അനുപാതം പഠിക്കണം, അതിന്റെ എക്സാമ്പിൾ വരുന്നത് പഠിക്കണം. ആ റേഷ്യോയിൽ വരുന്ന ഫീനോടൈപ്പ്, ജീനോടൈപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി മോണോഹൈബ്രിഡ് റേഷ്യോ നിർബന്ധമാണ്. നോൺ മെന്റിയലിൻ ഇൻഹെറിറ്റൻസ് എന്തായാലും ഒരു മാത്സ് ഫോളോയിങ് ആയിട്ടോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടോ പെയർ ആയിട്ടോ ഒക്കെ ചോദിക്കാം, ജോഡി ചേർക്കാനൊക്കെ ചോദിക്കും, അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഉള്ളത് പറയണ്ടല്ലോ, ക്രോസിംഗ് ഓവർ മ്യൂട്ടേഷൻ, ക്രോസിംഗ് ഓവറുടെ ഡയഗ്രം ചിത്രം നിർബന്ധമായിട്ടും തന്നെ പഠിക്കേണ്ടതാണ് കേട്ടല്ലോ. അപ്പം ഒട്ടും ഒഴിവാക്കാൻ പാടില്ലാത്തതാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക്. പാർട്സ് ഓഫ് എവല്യൂഷൻ വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ലെങ്ത് ഉള്ള ചാപ്റ്റർ ആണ്, കൂടുതൽ സമയം കൊടുത്ത് നിങ്ങൾ പഠിക്കണം. ആദ്യത്തെ ചാപ്റ്റർ കുറച്ചുകൂടെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു, കാരണം ഫസ്റ്റ് ജോയിൻ ചെയ്ത് SSLCയിലേക്ക് കയറി ആ ചൂടിൽ നിങ്ങൾ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ പാർട്സ് ഓഫ് എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് തീരുകയില്ല, കുറച്ചധികം വലിയ ചാപ്റ്ററുമാണ്. അതുകൊണ്ട് കൂടുതൽ എന്താണ് ക്വസ്റ്റ്യൻസ് ഓരോ ഓപ്ഷനിൽ ചാൻസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന്. തിയറീസ് ഓഫ് എവല്യൂഷൻ എന്തായാലും ഇമ്പോർട്ടന്റ് ആണ്. ലാമാർക്കിസും ഡാർവിനിസും എന്തായാലും ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കണം. ബയോഡൈവേഴ്സിറ്റി ത്രൂ സ്പീഷീസ്, അതിന്റെ ഫോർമേഷനും കാര്യങ്ങളും ഒക്കെ നിർബന്ധമായിട്ടും പഠിക്കണം. പിന്നെ എവിഡൻസസ് ഓഫ് എവല്യൂഷനിൽ ഫോസിൽ എവിഡൻസ് കാര്യങ്ങൾ, അതിൽ പഠിക്കേണ്ട ടേംസുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ എവല്യൂഷൻ ഉറപ്പായിട്ടും ചോദിക്കും, എവല്യൂഷൻ ട്രീ ചോദിക്കും, അതുപോലെ തന്നെ സെർക്കോപിതഗോയിഡ്, ആന്ത്രോപോയിഡ് ചോദിക്കും. പിന്നെ നമ്മുടെ ആ ഒരു ഫോർമേഷൻ ഉണ്ടല്ലോ, നമ്മൾ എങ്ങനെയാണ് ഹോമോ ഹാബിലസിൽ നിന്നും നിയാണ്ടർതാൽസിൽ നിന്നൊക്കെ എവിടെ ഹോമോ സാപ്പിയൻസിലേക്ക് എത്തിയത്, അതിന്റെ ഫീച്ചേഴ്സ് നിർബന്ധമാണ്. പിന്നെ നെർവസ് സിസ്റ്റം, അത് പിന്നെ ഒഴിവാക്കേ വേണ്ട, ആലോചിക്കേ വേണ്ട. നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ബ്രെയിനിന്റെ സ്ട്രക്ചർ, ന്യൂറോണിന്റെ സ്ട്രക്ചർ, അതിന്റെ സിനാപ്സിന്റെ ഫോർമേഷന്, പൊട്ടൻഷ്യൽ ഫോം ചെയ്യുന്നത്, പിന്നെ ബ്രെയിൻ സ്പൈനൽ കോഡിന്റെ ഡയഗ്രാം പഠിക്കണം. റിഫ്ലക്സ് ആക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ആർക്ക് പാത്വേ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. പിന്നെ മറ്റ് ജീവികളിൽ ഓർഗാനിസത്തിലുള്ള നെർവസ് സിസ്റ്റം, ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യ ഭാഗങ്ങളിൽ തിയറീസിൽ എവല്യൂഷന്റെ ഇതിൽ ഫോക്കസ് ചെയ്യുക, എന്നിട്ട് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിലേക്കൊക്കെ വരിക. സോ ഈ 2 ചാപ്റ്ററാണ് ഓണപരീക്ഷയ്ക്ക് വരുന്നത്. ഫുൾ ഫോക്കസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുക. നമ്മുടെ ബാച്ചിലാണെങ്കിൽ ഇതിന്റെ പ്രോപ്പർ ക്ലാസ്സസും ഇനി അങ്ങോട്ട് മോഡൽ എക്സാം ഒക്കെ ഉണ്ടാകും. സോ ഒട്ടും തന്നെ എന്ത് ചെയ്യുക, മടിക്കാതെ വേഗം ജോയിൻ ചെയ്യുക, തന്നിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. സോ സീ യു സൂൺ ഇൻ ദ കമ്മിങ് വീഡിയോസ്. ബൈ ബൈ.